ഹായ് മക്കളെ, ഞാനൊക്കെ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഈ പഠനത്തിൽ ഏറ്റവും പുറകിലിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവില്ലേ, അതിലൊരാളായിരുന്നു ഞാൻ. ആൻഡ് അന്ന് എന്നെക്കുറിച്ചൊക്കെയുള്ള ടീച്ചേഴ്സിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഇവന് പഠിക്കാൻ തീരെ താല്പര്യമില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇവനോടൊക്കെ എന്നുള്ളതായിരുന്നു. പക്ഷെ സത്യം പറയാലോ, എനിക്കന്ന് പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ക്ലാസ്സിലെ ടോപ്പർ ആവണം എന്ന് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്നൊന്നും നമ്മളെ സഹായിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. അതായത് എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിച്ചു തുടങ്ങണം എന്നൊന്നും ഒരാളും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഉറപ്പാണ് നിങ്ങളിപ്പം 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ ഓണപ്പരീക്ഷയെക്കുറിച്ച് ഇങ്ങനെ വാർത്തകളൊക്കെ വരുന്നുണ്ടാവും. അതായത് ഓഗസ്റ്റിൽ ഓണപ്പരീക്ഷ നടക്കുകയാണ്, ചെറിയൊരു ടെൻഷനൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ. അതായത് നിങ്ങളെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പർ അല്ല, തൊട്ട് താഴെ നിൽക്കുന്ന ആൾ മുതൽ ഏറ്റവും പുറകിലുള്ള കുട്ടിയാണെങ്കിലും നിങ്ങൾ എന്തായാലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ, ഒരിക്കലെങ്കിലും എനിക്ക് ഈ ഓണപ്പരീക്ഷയോടൊന്ന് ടോപ്പ് ആവണം. അതായത് എന്താ പറയുക, ക്ലാസ്സിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിൻ്റെ മുന്നിലൊക്കെ ആ ഒരു ആൻസർ ഷീറ്റ് വാങ്ങിയിട്ട് ടീച്ചേഴ്സിന് ആ ഒരു നോട്ടം നോക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ച കുട്ടികൾക്ക് ഈ ഓണപ്പരീക്ഷയോട് എന്താണ് എൻ്റെ ലെവൽ മാറണമെന്ന് ആഗ്രഹിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. എങ്ങനെ ഏറ്റവും എളുപ്പമുള്ള 4 സ്റ്റെപ്പ് വഴി ഈ ഓണപ്പരീക്ഷയോട് കൂടി നിങ്ങൾ വേറെ ലെവലാവും, ക്ലാസ്സിലെ ടോപ്പർ ആവാന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ പേര് അജാസ് എന്നാണ്, ഞാൻ എച്ച്യുപോർട്ടിൻ്റെ ഒരു കോ-ഫൗണ്ടറാണ്. നിങ്ങളുടെ സ്റ്റേറ്റ് ബോർഡ് 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവൻ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ട് ഇതേ വിഷമം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അവർക്ക് എന്ത് ചെയ്യുക, ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എടാ, ഈ ടോപ്പർ ആവാൻ ഏറ്റവും ഫസ്റ്റ് വേണ്ട കാര്യം എന്താണെന്നോ, അത് ഇയാളാണ്. എന്ത് മൈൻഡ് സെറ്റ്. എടാ, ഈ ഒരു വീഡിയോ അല്ലെ നിങ്ങൾക്ക് ടോപ്പർ ആവാമെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, സാർ ടോപ്പറൊന്നും എന്നെ കൊണ്ട് പറ്റൂല, അല്ലെ വേറെ ചില ആൾക്കാർ എന്തായിരിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി സാറേ, അല്ലെ വേറെ ചില സാറേ എനിക്ക് 60% കിട്ടിയാൽ തന്നെ ഞാൻ ഹാപ്പിയാണെന്ന് കരുതുന്നുണ്ടാവില്ലേ, അല്ലെ കരുതിയിട്ടുണ്ടാവില്ലേ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കരുതിയെന്നുള്ളത്. മിക്കവാറും ആരൊക്കെയോ ചേർന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ഇമേജ് നിങ്ങളെ പറ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതായത് എപ്പോഴെങ്കിലും ഒരു ടീച്ചർ പറയാണ്, മോനെ ഇത്തവണ നീ നന്നായി പഠിച്ചിട്ടില്ല, നീ എന്തായാലും പൊട്ടുവേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ടീച്ചർ സ്നേഹത്തോടെയാണെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക, ടീച്ചർ ആ ബെഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, നീ എത്ര നന്നായി പഠിച്ചാലും എന്താ നീ പാസ്സാവുകയുള്ളൂ എന്നുള്ളത് അല്ലേ. ചിലപ്പോൾ അത് ടീച്ചേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും പാരൻസ് ആയിരിക്കും. പാരൻസ് ഒക്കെ ചിലപ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവൻ്റെ മൂത്ത കുട്ടി എന്താ നന്നായി പഠിക്കുമായിരുന്നു, പക്ഷെ ഇവനിപ്പോൾ എന്ത് പഠിച്ചാലും അവന് മാർക്ക് കിട്ടില്ല, ജസ്റ്റ് പാസ്സായാലായി. അങ്ങനെ ഒരു ഇമേജ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അതിലപ്പുറം നിങ്ങൾ ചിന്തിക്കൂല. അതായത് മക്കളെ, നിങ്ങളെക്കാൾ എത്രയോ മോശം അവസ്ഥയിലായിരുന്നു നിങ്ങളെ പ്രായത്തിൽ ഞാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്താണ് ഏതോ ഒരു പോയിന്റിൽ വിചാരിച്ചാൽ എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത്. അതിനുശേഷം ഞാൻ +2-ൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ JEE എഴുതി ക്ലിയർ ചെയ്ത് കോഴിക്കോട് NITയിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എനിക്കത് പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താ നിങ്ങൾക്കും അത് പറ്റും. സോ ഏറ്റവും ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റാരോട് പറയണ്ട, നിങ്ങളൊന്ന് വിശ്വസിക്കുന്നത്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റുമായിരിക്കും എന്ന് മാത്രം കരുതിയാൽ മതി. അതിൻ്റെ 2ാമത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ തുടങ്ങുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഏത് സമയത്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും അടുത്ത് നെക്സ്റ്റ് ഇപ്പം തന്നെ നിങ്ങൾ കാണുന്ന അങ്ങനെ ഒരു ആവേശം ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ രാവിലെ ഒരു 10 മണിക്കാണ് ഇത് കാണുന്നെങ്കിൽ രാത്രി ഒരു 7 മണി മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര, മിനിമം ഒരു അരമണിക്കൂർ മതി, ഒരുപാട് 3 മണിക്കൂർ ഒന്നും വേണ്ട കേട്ടോ. ഒരു രാത്രി 7 മണി മുതൽ ഒരു 8 മണി വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഇന്ന് മാത്രം. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യേണ്ടത്. നിങ്ങൾ അമ്മേനെ അച്ഛനോ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഒരാളോട് നിങ്ങൾ പറയണം, അമ്മേ ഇന്ന് രാത്രി 7 മണി മുതൽ 8 മണി വരെ ഞാൻ എന്തായാലും പഠിച്ചിരിക്കും. അതായത് പഠിക്കാൻ നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്, അല്ലെ പഠിക്കാൻ നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഫസ്റ്റ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ സെക്കൻഡ് പഠിക്കാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ടാണെങ്കിൽ ഇത് ആക്ഷനാണ്, എന്ത് പഠിക്കണം എന്നുള്ളത്. അതായത് പലരും പല സംഭവം, നിങ്ങൾ ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് പഠിക്കുക എന്നൊക്കെ പറയും, അതൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് നിങ്ങൾക്ക് ഈ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അതിലേതെങ്കിലും ഒരു പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അത് പഠിച്ചാൽ മതി. അടുത്ത 3 ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായി തോന്നുന്ന, പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള 3 സബ്ജക്റ്റുകൾ
നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത 3 ദിവസം ഈ പറഞ്ഞ എത്ര സമയമാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, 7 മണി മുതൽ 8 മണി വരെയാണ്, അടുത്ത 3 ദിവസം എന്ത് ചെയ്യണം, നിങ്ങൾ ആ സമയത്ത് ഇഷ്ടമുള്ള പഠിച്ചോ, വേറൊന്നും ചെയ്യരുത്, പഠിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ വെറുതെ ഇരിക്കുക, ഒന്നും പഠിക്കാനില്ല, എനിക്ക് ഒന്നും ഇഷ്ടമില്ലെങ്കിൽ 3 ദിവസം വെറുതെ ഇരിക്കുക, ഫോൺ നിങ്ങൾ തൊടാതിരിക്കുക. അതാണ് നമ്മുടെ ആക്ഷനിലേക്ക് എത്തലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റാർട്ടാണെങ്കിൽ ഇത് ആക്ഷൻ ആണെങ്കിൽ, 3-ാമത്തെ സ്റ്റെപ്പ് നിങ്ങളൊക്കെ വിചാരിക്കുക ക്യാമറ എന്നായിരിക്കും. പക്ഷേ ക്യാമറ അല്ല, ഡിസ്ട്രാക്ഷൻസ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് കൂടെ ഒരു വരയുണ്ട്. എന്താ വര കൊണ്ട് ഉദ്ദേശിച്ചത്? നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം, കട്ട് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം ഡിസ്ട്രാക്ഷൻസ്. അതായത് എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, ആൻഡ് അത് തന്നെയാണ് നിങ്ങളെ പഠനത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത്. അതായത് ഒരു കാര്യം ഞാൻ എന്തായാലും സത്യസന്ധമായി പറയാം, അന്നത്തെ എനിക്ക് ഇല്ലാത്തതും ഇന്ന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതും കാര്യം ഈ ഡിസ്ട്രാക്ഷൻ തന്നെയാണ് കേട്ടോ. കാരണം അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനോട് എന്തുമാത്രം വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ ഒരു തീ കാർന്ന് തിന്നുന്നത് പോലെ നിങ്ങളെ കാർന്ന് തിന്നും. അത് നമ്മൾ തടഞ്ഞേ പറ്റുള്ളൂ. ആൻഡ് അത് എങ്ങനെ ഡിസ്ട്രാക്ഷൻ, എനിക്കറിയാം എന്ത് യൂട്യൂബ് അഡിക്ഷൻസ് ഉണ്ടാവും, ഇൻസ്റ്റ അഡിക്ഷൻസ് ഉണ്ടാവും, ഗെയിം അഡിക്ഷൻ ഉണ്ടാവും എന്ന് പറയേണ്ട ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഓരോന്നും എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്ത് ചെയ്യണം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ആൻഡ് ആ കൺട്രോൾ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് ഒരൊറ്റ വീഡിയോയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി അടുത്ത സീരീസിൽ എന്തായിരിക്കും, നിങ്ങളുടെ ഓരോ അഡിക്ഷൻസും നിങ്ങളെ പഠനത്തിൽ നിന്നും തടയുന്നത് എന്താണോ അത് ഓരോന്നും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും. പക്ഷേ ഇപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ്, നിങ്ങളെ പഠനത്തിൽ നിന്ന് തടയുന്ന അഡിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റും ചെയ്യുക. സോ ഇത്രയും 4 സിമ്പിൾ സ്റ്റെപ്പുകൾ മാത്രമേ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടൂ. ഓണപരീക്ഷ കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത, നിങ്ങളെ അപമാനിച്ച ടീച്ചേഴ്സ് ഒക്കെ ഞെട്ടും. അവരൊക്കെ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും. അതൊന്ന് ആലോചിച്ച് നോക്ക്. അജയ് വിചാരിച്ച പോലെ അല്ല കേട്ടോ, അവൻ ഇത്തവണ ഞെട്ടിച്ചിട്ടുണ്ട്, നല്ലൊരു മാറ്റം അവന് വന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന് ആലോചിച്ച് നോക്ക്. സോ അത് നിങ്ങൾ സ്വപ്നം കാണുക. ഈ 4 സ്റ്റെപ്പുകൾ നിങ്ങൾ മറക്കരുത്. മൈൻഡ് സെറ്റ് മാറ്റുക, സ്റ്റാർട്ട് ചെയ്യുക, ആക്ട് ചെയ്ത് തുടങ്ങുക, പഠിച്ച് തുടങ്ങുക. ആൻഡ് ഡിസ്ട്രാക്ഷൻസ് ഏതൊക്കെയാണ് നോട്ട് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഈ ഓണപരീക്ഷയ്ക്ക് എല്ലാവരും നിങ്ങൾ ഞെട്ടിക്കാൻ റെഡി ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഐ ആം റെഡി സർ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ റെഡി ആണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതേ വേദന അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളെ നിങ്ങൾക്കറിയാം, അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം.